മിനി സ്ക്രീനിലെ മിന്നും താരമാണ് ജിഷിൻ മോഹൻ. നിരവധി പരമ്പരകളിൽ വില്ലനായും നായകനായും സഹനടനായുമെല്ലാം ജിഷിൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ജിഷിൻ പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയാണ്. തൻ്റെ ചേട്ടനെക്കുറിച്ചുള്ള ജിഷിൻ്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. അകാലത്തിൽ നഷ്ടപ്പെട്ട ചേട്ടനെക്കുറിച്ച് വളരെ വൈകാരികമായൊരു കുറിപ്പാണ് ജിഷിൻ പങ്കുവച്ചിരിക്കുന്നത്. ചേട്ടൻ ജിതേഷ് മോഹൻ തങ്ങളെ വിട്ടുപോയിട്ട് 1 വർഷമായെന്നാണ് ജിഷിൻ പറയുന്നത്. ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷമുണ്ടായ ഒറ്റപ്പെട്ട ജീവിതത്തിനും അനാവശ്യ കൂട്ടുകെട്ടുകൾക്കും സ്വന്തം ജീവിതം ബലികഴിപ്പിച്ചവനെന്നാണ് ചേട്ടനെക്കുറിച്ച് ജിഷിൻ പറയുന്നത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ന് എൻ്റെ ഏട്ടൻ്റെ ജിതേഷ് മോഹൻ്റെ ഓർമ്മദിനം. ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നേക്ക് 1 വർഷം. ഏട്ടാ എന്നതിനേക്കാൾ എടാ എന്ന് വിളിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു സഹോദരൻ മാത്രമല്ല, ഒരു സുഹൃത്തു കൂടിയായിരുന്നു. ചെറുപ്പം മുതൽക്ക് തന്നെ എല്ലാ കാര്യത്തിലും മിടുക്കൻ. പഠനകാര്യത്തിൽ മാത്രമല്ല, പഠനേതര കാര്യങ്ങളിലും മുൻപന്തിയിൽ. പാട്ടുപാടാനും ക്രിക്കറ്റ് കളിക്കാനും കൂടെയുള്ളവരെ രസിപ്പിക്കാനും ഒരു പ്രത്യേക കഴിവ് തന്നെ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടുകാരുടെ കാര്യത്തിൽ ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല ജിതേഷിന്. കണക്കിൽ 100-ൽ 100 മാർക്ക് വാങ്ങിയിരുന്ന അവൻ പിൽക്കാലത്ത് ഒരു മാത്സ് ടീച്ചർ ആയത് കണക്കിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാവാം. ക്രിക്കറ്റ് കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അവനെ BCCI അമ്പയർ എന്ന നിലയിലേക്കും എത്തിച്ചു. കലയോടുള്ള ഇഷ്ടം സ്കൂൾ കലോത്സവങ്ങളിൽ ജിതേഷ് മാഷെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാക്കി മാറ്റി. അധ്യാപനവും സ്പോർട്സും ഒരേപോലെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് എപ്പോഴോ ജീവിതത്തിൻ്റെ താളം തെറ്റി. ബാംഗ്ലൂരിലേക്ക് കുടിയേറിയ സമയം, ഒറ്റപ്പെട്ട ജീവിതം, അനാവശ്യ കൂട്ടുകെട്ട്, എല്ലാത്തിനും സ്വന്തം ജീവൻ ബലിയായി നൽകേണ്ടി വന്നവൻ. മഞ്ഞപ്പിത്തം ബാധിച്ച് ജിതേഷ് സീരിയസായി ഹോസ്പിറ്റലിലാണ് എന്ന സന്ദേശത്തെ തുടർന്ന് ബാംഗ്ലൂരിലേക്ക് എത്തിയ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, കള്ളു കുടിക്കുമ്പോഴും കൂട്ടുകൂടുമ്പോഴും പാട്ടുപാടുമ്പോഴും പ്രോത്സാഹിപ്പിച്ച് കൂടെ നിൽക്കുന്ന ആരും അയാൾ വീഴുമ്പോൾ കൂടെയുണ്ടാവില്ല എന്ന് തിരിച്ചറിവാണ്. ഞാൻ എത്താൻ കാത്തുനിന്ന പോലെ മെഡിക്കൽ പേപ്പറുകൾ എല്ലാം എന്നെ ഏൽപ്പിച്ച് തലയൂരാൻ കാണിച്ച സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ആത്മാർത്ഥതയും തിരിച്ചറിഞ്ഞ നിമിഷം. ഈ ICUവിൻ്റെ വാതിൽ ഓരോ വട്ടം തുറക്കുമ്പോഴും നീ ആയിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാനിവിടെ കിടന്നത് എന്ന് നിറകണ്ണുകളോടെ അവൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. 1-2 ആഴ്ച അമ്മയെപ്പോലും അറിയിക്കാത്ത ബാംഗ്ലൂരിലെ ട്രീറ്റ്മെൻറ്റിന് ശേഷം കണ്ണൂരിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ അവനെ അപ്പോഴേക്കും കരൾ രോഗം കവർന്നു തിന്നിരുന്നു. അധികം പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത 3 മാസത്തോളം ഉള്ള ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു ദിവസം അഡ്മിറ്റായ അവൻ്റെ കൂടെ ആശുപത്രി കിടക്കയ്ക്കരികിൽ പ്രതികരണം ഒന്നുമില്ലാതിരുന്നിട്ടും ഒരു രാത്രി മുഴുവൻ ഞാൻ ഇരുന്ന് അവനോട് സംസാരിച്ചു. രാവിലെ അവൻ്റെ വരണ്ടുണങ്ങിയ ചുണ്ടിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്ത ഞാൻ വേദനയോടെ മനസ്സിലാക്കി, ആ ജീവൻ അവൻ്റെ ദേഹവും ഞങ്ങളെയും വിട്ടു പോവുകയാണെന്ന്.